അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഖുൽഅനെക്കുറിച്ചുള്ള ഫസ്ലിലെ അവസാന ഭാഗങ്ങളിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അല്പം ചില മസ്അലകളാണ് നമുക്ക് അടുത്ത് വരുന്ന ഫുറൂഇലായിട്ട് പഠിക്കാനുള്ളത്. ഏതായാലും അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമതായിട്ട്, ഖുൽഅ നടക്കണമെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന സീഗയിൽ ഒരു ഇൽത്തിസാമിൻ്റെ ഏറ്റെടുക്കലിൻ്റെ അർത്ഥം ഉണ്ടായിരിക്കണം. ഏറ്റെടുക്കൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ഇവള് നൽകലോടുകൂടെ അവിടെ ത്വലാഖ് സംഭവിക്കുമെന്ന് ഉറപ്പിക്കുന്ന ഒരു സീഗയായിരിക്കണം ഖുൽഅനായിട്ട് ഉപയോഗിക്കേണ്ടത്. നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള സീഗകളൊക്കെ ഒന്ന് നോക്കുക. ഒന്ന് ത്വല്ലഖ്തുകി ബി അൽഫിൻ എന്നായിരുന്നുവല്ലേ, അതായത് 1000 രൂപ നൽകിയാൽ ഞാൻ നിന്നെ ത്വലാഖ് ചൊല്ലി എന്നുള്ള മാളിയായ സീഗയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അതായത് ത്വലാഖ് ചൊല്ലുമെന്ന് അത്രത്തോളം ഉറപ്പാണ് എന്നർത്ഥം. ഓക്കെ, ഇനി മറ്റൊരു സീഗ നമ്മൾ ഉപയോഗിച്ചതോ ഫ അൻതി ത്വാലിഖുൻ എന്നുള്ള ഇസ്മിയായിട്ടുള്ള ജുംലയാണ്. ഇസ്മിയായിട്ടുള്ള ജുംലയെക്കുറിച്ച് നമുക്കറിയാം, അത് സുബൂത് ദവാമിൻ്റെ മേൽ അറിയിക്കുന്നു എന്ന് പറഞ്ഞാൽ നീ എനിക്ക് 1000 രൂപ നൽകുന്നതോടുകൂടെ നീ ത്വാലിഖായി എന്നർത്ഥം. ഓക്കെ, ഏതായാലും ഈ രണ്ട് സീഗകളും എന്തിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട്? ഇൽത്തിസാമിൻ്റെ മേൽ, അതൊരു ഏറ്റെടുക്കലിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട്. എന്നാൽ ഒരാൾ ഉപയോഗിക്കുന്നത് മുളാരിഇൻ്റെ സീഗയാണെങ്കിലോ, അതായത് ഞാൻ ഇനി ത്വലാഖ് ചൊല്ലും എന്നാണ് പറയുന്നതെങ്കിൽ അത് ഇൽത്തിസാമിൻ്റെ അർത്ഥം അല്ല. കാരണം ഭാവിയിൽ ഇനി എപ്പോൾ ചൊല്ലുന്നതിനെ കുറിച്ച് നമുക്ക് എന്ത് പറയാം? ഉത്വല്ലിഖുകി എന്ന് പറയാമല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരാൾ ഉത്വല്ലിഖുകി എന്ന് പറഞ്ഞതനുസരിച്ച് അവിടെ അവൾ ഇവള് നൽകി ഇവൻ ത്വലാഖ് ചൊല്ലിയാലും അത് ഖുൽആയിട്ട് മാറൂല, മറിച്ച് അത് സാധാരണ ഒരു ത്വലാഖ് പോലെ തന്നെയാണ് പരിഗണിക്കപ്പെടുന്നത് എന്നർത്ഥം. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഖുൽഅനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ അത് മഖ്സൂദായ ഇവളിന് പകരമായിട്ട് നടക്കുന്ന ത്വലാഖ് എന്ന് പറഞ്ഞിരുന്നല്ലോ. ഓക്കെ, മഖ്സൂദായ ഇവൾ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ എല്ലാവരും ഇവളായിട്ട് പരിഗണിക്കുന്ന സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ ഒരു കൊതുകിൻ്റെ ചിറക്, അല്ലെങ്കിൽ ഈച്ചയുടെ കാല്, അല്ലെങ്കിൽ 1 മണി ഗോതമ്പ്, ഇത്തരം കാര്യങ്ങളൊന്നും സാധാരണഗതിയിൽ ആരും ഒരു ഇവളായിട്ട് പരിഗണിക്കുന്നതല്ല. മഖ്സൂദ് അല്ലാത്തതിനാൽ തന്നെ അത് ശരിയാവുന്നതുമല്ല. എന്നാൽ ഈ മഖ്സൂദായ ഇവളിനെ തന്നെ നമുക്ക് രണ്ടെണ്ണമാക്കി തരംതിരിക്കാം. ഒന്ന് സ്വഹീഹ്, 2 ഫാസിദ്. സ്വഹീഹ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാവുന്നതാണ്, ഇസ്ലാമിക ദൃഷ്ട്യാ ശരിയായിട്ടുള്ള ഇവളുകൾ എന്നർത്ഥം. ഫാസിദായത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ദൃഷ്ട്യാ ഹറാമായിരിക്കും, അത് പാടില്ലാത്തതായിരിക്കും. പക്ഷേ എല്ലാവരും അതിനെ ഒരു വിലയുള്ളതായിട്ട് മഖ്സൂദായിട്ട് ഗണിക്കുന്നുമുണ്ട്. ഉദാഹരണത്തിന് മൈത്തത്ത്, ശവം എന്നുള്ളത്, ഏതെങ്കിലും ഒരു ജീവിയുടെ ശവം, അതിൻ്റെ ശവം ചിലപ്പോൾ സാധാരണഗതിയിൽ സമൂഹത്തിൽ പലതിനും ആവശ്യമുണ്ടായിരിക്കാം. അതിൻ്റെ തോൽ ഉപയോഗിച്ചിട്ട് സാധനങ്ങൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ അതിൻ്റെ വ്യത്യസ്ത അവയവങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അതൊരു മഖ്സൂദായിട്ടുള്ള ഇവളാണ്. പക്ഷേ അത് ഇസ്ലാമിക ദൃഷ്ട്യാ ഫാസിദായിട്ടുള്ള ഇവളാണ്, കാരണം അത് നജസാണല്ലോ. ഓക്കെ, ഏതായാലും ഇത്തരത്തിൽ ഫാസിദായിട്ടുള്ള ഇവളാണ് ഒരാൾ ഖുൽഅന് വെക്കുന്നത് എങ്കിൽ അവിടെ ഖുൽഅ സംഭവിക്കുന്നതാണ്, അതായത് ആ ഭാര്യ ബാഇനായി തീരുന്നതാണ്. പക്ഷേ ആ ഭർത്താവ് ഭാര്യയ്ക്ക് മഹർ മിസ്ൽ നൽകൽ നിർബന്ധമാണ്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഫുറൂഇലേക്ക് കടക്കാം. ഫുറൂഉൻ ലൗ ഖാല, ഒരു ഭർത്താവ് ഭാര്യയോട് പറയാണ്, ഇൻ അബ്റഅ്തിനി അൻ സദാഖികി ഉത്വല്ലിഖുകി, നീ എന്നെ സദാഖിൽ നിന്നും ബരിആക്കി തരികയാണെങ്കിൽ ഞാൻ എന്നെ ത്വലാഖ് ചൊല്ലും എന്നുള്ള മുളാരിയായ സീഗയാണ് ഉപയോഗിച്ചത്. ഫ അബ്റഅത്ത് ഫതല്ലഖ, അത് കേട്ടപാടെ അവൾ ബരിആക്കി കൊടുക്കുകയും ഈ ഭർത്താവ് ത്വലാഖ് ചൊല്ലുകയും ചെയ്താൽ ബരിഅ വത്വലഖത്ത്, അവൾ ബരിആക്കി കൊടുത്തതിനാൽ തന്നെ ഈ ഭർത്താവ് ബരി ആകും, അവൻ പിന്നീട് സദാഖ് നൽകേണ്ടതില്ല. വത്വലഖത്ത്, അവൻ ത്വലാഖ് ചൊല്ലിയത് കാരണത്താൽ ഈ ഭാര്യ ത്വാലിഖായി പോകുന്നതുമാണ്. പക്ഷേ വലം തകുൻ മുഖാലിഅത്തൻ, അവൾ ഒരിക്കലും ഖുൽഅ സംഭവിച്ചവളാവുകയില്ല. കാരണം ഉത്വല്ലിഖുകി എന്നുള്ള ഒരു മുളാരിയായിട്ടുള്ള ഇൽത്തിസാമിൻ്റെ മേൽ അറിയിക്കാത്ത സീഗയാണ് ഭർത്താവ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്നർത്ഥം. ഓക്കെ, അവിടെ ഉത്വല്ലിഖുകി എന്ന് ഖാഫിന് സുക്കൂൻ നൽകിയാൽ ഒന്നുകൂടെ നന്നായിരുന്നു, ഇൻ എന്നുള്ളതിൻ്റെ ജവാബ് എന്നുള്ള നിലയ്ക്ക്. ഓക്കെ, ഇനി അടുത്തത് വലു കാലത്തെ, ഇനി ആ ഭാര്യ പറയാണ്, ത്വല്ലിഖ്നി വ അൻത ബരീഉം മിൻ മഹ്രി, ഓക്കെ, താങ്കൾ എന്നെ ത്വലാഖ് ചൊല്ലു, എൻ്റെ മഹറിൽ നിന്നും മുക്തനാണ് എന്ന് പറഞ്ഞു. ഫതല്ലഖഹ, അങ്ങനെ ഭർത്താവ് ത്വലാഖ് ചൊല്ലുകയും ചെയ്താൽ ബാനത്ത് ബിഹി, ആ മഹർ കൊണ്ട് ആ സ്ത്രീ ബാഇനായി തീരുന്നതാണ് എന്ന് പറഞ്ഞാൽ ആ മഹർ പിന്നീട് ഭർത്താവ് ഭാര്യയ്ക്ക് നൽകേണ്ടതില്ല എന്നുള്ള വ്യവസ്ഥയിൽ അവൾ ബാഇനായി തീരുന്നതാണ്, ഖുൽഅ സംഭവിക്കുന്നതാണ്. ലി അന്നഹ സീഗത്തുൽ ഇൽത്തിസാമിൻ, കാരണം വ അൻത ബരീഉം മിൻ മഹ്രി എന്നുള്ള ആ സീഗ ഇസ്മിയായിട്ടുള്ള ജുംല അത് ഇൽത്തിസാമിൻ്റേതാണ് എന്ന് പറഞ്ഞാൽ സുബൂത്ത് ദവാമിൻ്റെ മേൽ അറിയിക്കുന്നതാണ് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് ഔ കാലത്തെ, ഇനി
ഭർത്താവിനോട് ഭാര്യ പറയുന്നത് ഇൻ തല്ലഖതനി ഫഖദ് അബ്റഅതുക ഔ ഫഅൻത ബരീഉം മിൻ സദാഖി. ഓക്കെ, താങ്കൾ എന്നെ തലാഖ് ചൊല്ലുകയാണെങ്കിൽ ഞാൻ താങ്കളെ ഒഴിവാക്കി തന്നു, അല്ലെങ്കിൽ താങ്കൾ എൻ്റെ സദാഖിൽ നിന്നും ബരി ആണ് എന്നാണ് ഭാര്യ പറയുന്നത്. ഫതല്ലഖഹ, അപ്പോൾ ആ ഭർത്താവ് തലാഖ് ചൊല്ലുകയും ചെയ്താൽ ബാനത് ബി മഹ്റിൽ മിസ്ലി, ഒന്ന് ശ്രദ്ധിക്കണേ, അവിടെ മഹ്റുൽ മിസ്ലി കൊണ്ടാണ് ആ സ്ത്രീ ബായിനായി തീരുന്നത് അലൽ മുഅ്തമദി, പ്രബലാഭിപ്രായ പ്രകാരം. അതായത് അവിടെ ഖുൽഅ സംഭവിക്കും, പക്ഷേ ഭർത്താവ് ഭാര്യക്ക് മഹ്റുൽ മിസ്ലി നൽകേണ്ടതാണ്. അതിനുള്ള കാരണം എന്താ? ലി ഫസാദിൽ ഇവളി, ഇവിടുത്തെ ഇവള് ഫാസിദായത് കാരണത്താൽ. നമ്മൾ നേരത്തെ പറഞ്ഞു ഇവള് ഫാസിദാണ് എങ്കിൽ അവിടെ ഭർത്താവ് ഭാര്യയ്ക്ക് മഹ്റുൽ മിസ്ലി നൽകണം, അവിടെ ഖുൽഅ സംഭവിക്കുമെന്ന്. എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഇവള് ഫാസിദായത്? ബി തഅലീഖിൽ ഇബ്റാഇ, ഇബ്റാഇനെ തഅലീഖ് നടത്തിയത് കൊണ്ട്. നമ്മൾ ഇന്നലെ പഠിച്ചിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇബ്റാഇ ശരിയാവണമെങ്കിൽ അവിടെ തഅലീഖ് പാടില്ല. ഇന്നാൽ ഇന്ന കാര്യം ഉണ്ടായാൽ ഞാൻ ഇബ്റാഇ ചെയ്തു തന്നു എന്ന് പറഞ്ഞാൽ ശരിയാവുകയില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞ സീഗ നോക്കൂ, ഇൻ തല്ലഖതനി ഫഖദ് അബ്റഅതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ഇബ്റാഇനെ തഅലീഖ് നടത്തിയതിനാൽ ഇത് ഇസ്ലാമിക ദൃഷ്ട്യാ ശരിയായിട്ടുള്ള ഇബ്റാ അല്ല, അതുകൊണ്ട് അവിടുത്തെ ഇവള് ശരിയായിട്ടില്ല. ഇവള് ഫാസിദായതിനാൽ തന്നെ അവിടെ ഖുൽഅ സംഭവിക്കാൻ എന്തു ചെയ്യണം? ഭർത്താവ് ഭാര്യയ്ക്ക് മഹ്റുൽ മിസ്ലി നൽകിയിരിക്കണമെന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് അബൂ സുർഅ തങ്ങളുടെ ഒരു ഫത്വയാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമതായിട്ട് സ്വദാഖ എന്നുള്ളത് ഒരു ഭാര്യയ്ക്ക് അവകാശപ്പെട്ടതാണ്, സ്ത്രീക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും ഭർത്താവിനെ മുക്തനാക്കി കൊടുക്കാൻ അവൾക്ക് മാത്രമേ അവകാശമുള്ളൂ. അവളുടെ ഉപ്പാക്കായാലും ബാക്കിയുള്ള അജ്നബിയനായാലും ആർക്കും സ്വദാഖിൽ നിന്നും ഭർത്താവിനെ മുക്തനാക്കി കൊടുക്കാനുള്ള അവകാശമില്ല. ഓക്കെ, എന്നാൽ ഒരു ഉപ്പ പറയാണ്, ആ ഭാര്യയുടെ ഉപ്പ പറയാണെന്ത്, ആ സ്വദാഖിനെ ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞാൽ അവിടെ അവർ പറയുന്നത്, അവർ മുക്തനാക്കി കൊടുക്കുന്നത്, ഭർത്താവിനെ മുക്തനാക്കി കൊടുക്കുന്നത് ശരിയാകുന്നതാണ്. പിന്നീട് എന്ത് ചെയ്യേണ്ടി വരും? ഈ ഉപ്പ ആ ഭാര്യയ്ക്ക്, തൻ്റെ മകൾക്ക് ആ അവകാശം നൽകേണ്ടി വരും. ഓക്കെ, ആ സ്വദാഖാണെങ്കിൽ സ്വദാഖ്, മഹ്ർ മിസ്ലാണെങ്കിൽ മഹ്ർ മിസ്ൽ, അത് നൽകേണ്ടി വരും എന്നർത്ഥം. ഓക്കെ, ഈ ഒരു കാര്യം മനസ്സിലാക്കുക. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വിവാഹം നടന്നാൽ ആ വിവാഹത്തോടു കൂടെ സ്വദാഖ് നൽകണമല്ലോ, ഭർത്താവ് ഭാര്യയ്ക്ക് സ്വദാഖ് നൽകണം. എന്നാൽ അവർ വത്ഇന് മുമ്പ് തന്നെ വേർപ്പെടുകയാണ് എങ്കിൽ ഭർത്താവ് സ്വദാഖിൻ്റെ പകുതി മാത്രം നൽകിയാൽ മതി. വത്ഇന് ശേഷമാണ് വേർപ്പെടുന്നത് എങ്കിൽ വത്ഇന് ശേഷം മാത്രമേ ഭർത്താവ് ഭാര്യയ്ക്ക് മുഴുവൻ സ്വദാഖും നൽകേണ്ടതുള്ളൂ എന്നർത്ഥം. ഓക്കെ, ഇനി മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിൽ ഹവാല എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ട്. ഹവാല എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. സെയ്ദ് അംറിന് 100 രൂപ നൽകാനുണ്ടെന്ന് സങ്കല്പിക്കുക, അംർ ഖാലിദിന് 100 രൂപ നൽകാനുണ്ടെന്ന് സങ്കല്പിക്കുക. ഇനി ആ അംർ ചെന്നിട്ട് ഖാലിദിനോട് പറയാണ്, നിനക്ക് ഞാൻ നൽകാനുള്ള 100 രൂപ സെയ്ദ് നിനക്ക് നൽകിക്കോളും. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി? സെയ്ദ് അംറിന് നൽകാനുള്ള ആ 100 രൂപ ഖാലിദിന് നൽകിയാൽ മതി എന്നർത്ഥം. ആ കാര്യത്തിൽ നിന്നും അംർ പുറത്തായി, പിന്നീടുള്ള ഇടപാട് സെയ്ദും ഖാലിദും തമ്മിലായി. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഹവാല എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഒരാൾക്ക് സ്വന്തം സ്വത്തിൽ ക്രയവിക്രയം നടത്തണമെങ്കിൽ, തസറുഫ് നടത്തണമെങ്കിൽ അവൻ ആഖിലും ബാലിഗുമായിരിക്കണം. ഓക്കെ, ഒരു സ്ത്രീയെ സങ്കല്പിക്കുക, ആ സ്ത്രീ മജ്നൂനത്താണ്, അതായത് ആഖിലത്തല്ല എന്നുള്ളത്, അല്ലെങ്കിൽ അവൾ ബാലിഗത്തായിട്ടില്ല, പ്രായപൂർത്തി എത്തിയിട്ടില്ല എങ്കിൽ അവൾക്ക് അവളുടെ സ്വത്തിൽ ക്രയവിക്രയം നടത്താനുള്ള അവകാശമില്ല. അത് ചെയ്യേണ്ടത് അവളുടെ വലിയാണ് എന്നർത്ഥം. ഓക്കെ, വലിയ എന്ന് പറഞ്ഞാൽ ഉപ്പ അല്ലെങ്കിൽ അടുത്ത വലിയ, ഇങ്ങനെ പോകും. ഓക്കെ, ഏതായാലും ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് ഫത്വയിലേക്ക് കടക്കാം. വഫ്ത അബൂ സുർഅ തങ്ങൾ ഫത്വ നൽകി. ആ ഫത്വയുടെ ഒരു ഷോട്ട് കൂടി പറയുന്നത് നന്നാവുമെന്ന് കരുതുന്നു. ഏതായാലും ഒരു ഉപ്പ തൻ്റെ മകളെ ഒരു ഭർത്താവിന് വിവാഹം ചെയ്തു കൊടുത്തു. ഓക്കെ, വിവാഹം ചെയ്തു കൊടുത്തിട്ട് അവർ വത്ത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്തു ചെയ്തു? ഈ ഉപ്പ ഭർത്താവിനോട് പറയാണ്, ഭർത്താവ് ഉപ്പയോട് പറയാണ്, നീ അവൾക്ക് നൽകേണ്ടുന്ന മുഴുവൻ സ്വദാഖിനും പകരമായിട്ട് എന്തു ചെയ്യണം? നീ അവളെ ത്വലാഖ് ചൊല്ലണമെന്ന് പറയാണ്. ഞാൻ ആ സ്വദാഖിനെ ഏറ്റെടുത്തുവെന്നും പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ ആ സ്വദാഖിനെ ഏറ്റെടുത്തു, നീ അവളെ ത്വലാഖ് ചൊല്ലിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അവസരത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കേണ്ടിയിരുന്നത്? ഇനി ആ ഉപ്പ ഭർത്താവിന് ആ ജമീഉ സ്വദാഖ് നൽകണം. എന്നിട്ട് ആ ഭർത്താവ് എന്തു ചെയ്യണം? ആ ഭാര്യയ്ക്ക് അവകാശപ്പെട്ട സ്വദാഖ് നൽകണം. ഇങ്ങനെയായിരുന്നു അവിടെ വരേണ്ടിയിരുന്നത് അല്ലേ? എന്നാൽ ഇവിടെ എന്തു ചെയ്യാവുന്നതാണ്? ആ ഉപ്പാക്ക് തന്നെ നേരിട്ട് ആ മകൾക്ക് നൽകാവുന്നതാണ്
ഈ സൗജ് അതിനെ ഹവാലയാക്കുകയാണെങ്കിൽ, അതായത് സൗജ് ഉപ്പയോട് പറയാണ് താങ്കൾ എനിക്ക് നൽകാനുള്ള സ്വദാഖ് എന്ത് ചെയ്താൽ മതി, താങ്കൾ തന്നെ താങ്കളുടെ മകൾക്ക് നൽകിയാൽ മതി എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അതോടുകൂടാതെ ഹവാലയായി തീരും, ഈ ഉപ്പ തൻ്റെ മകൾക്ക് നൽകിയാൽ മതി എന്നർത്ഥം. എന്നാൽ ഈ മകൾ മഹജൂറത്താണ് എന്ന് സങ്കല്പിക്കുക, അതായത് മജ്നൂനത്തായത് കാരണത്താൽ അല്ലെങ്കിൽ ബാലിഗത്താവാത്തത് കാരണത്താൽ സ്വന്തം സ്വത്തിൽ ക്രയവിക്രയം നടത്താൻ പറ്റാത്ത ഒരു സ്ത്രീയാണ് എങ്കിൽ പിന്നീട് എന്ത് ചെയ്യേണ്ടി വരും, ഈ ഉപ്പ തന്നെ ആ കാശ് എടുത്ത് വെക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ഈ ഉപ്പ എന്ത് ചെയ്യുന്നത് പോലെയായി, തന്നിൽ നിന്നു തന്നെ തനിക്ക് ഹവാല സ്വീകരിക്കുന്നത് പോലെയായി അല്ലേ. അതായത് ഈ ഉപ്പ സത്യത്തിൽ ആർക്കായിരുന്നു നൽകേണ്ടിയിരുന്നത്, മകൾക്കായിരുന്നു നൽകേണ്ടിയിരുന്നത്. പക്ഷേ മകൾ മഹജൂറത്തായതിനാൽ തന്നെ ഉപ്പ തനിക്ക് തന്നെ ആ ഹവാല സ്വീകരിക്കുന്നുവെന്നർത്ഥം. ഏതായാലും ഈ ഒരു രൂപത്തിലാണ് അത് വരുന്നത്. എന്നാൽ ഇവിടെ മറ്റൊരു പ്രശ്നവും കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഉപ്പ ഏറ്റെടുക്കുന്നത് എന്താണ്, ഇവൻ നൽകേണ്ടുന്ന മുഴുവൻ സ്വദാഖുമാണ് അല്ലേ. പക്ഷേ ഇവൻ നൽകേണ്ടത് എത്രയേ ഉള്ളൂ, പകുതി സ്വദാഖേ ഉള്ളൂ. കാരണം അവർ തമ്മിൽ വത്അ നടക്കുന്നതിന് മുമ്പാണ് ഈ ത്വലാഖിന് ഈ ഉപ്പ ആവശ്യപ്പെടുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ഈ ഉപ്പ സ്വദാഖിൻ്റെ പകുതി മാത്രമേ തൻ്റെ മകൾക്കായിട്ട് തൻ്റെ കയ്യിൽ വെക്കാൻ പാടുള്ളൂ. ബാക്കി പകുതി ഈ ഉപ്പ ആർക്ക് നൽകേണ്ടതാണ്, സൗജിന് നൽകേണ്ടതാണ്. കാരണം ഈ ഉപ്പ മുഴുവൻ സ്വദാഖും ഏറ്റെടുത്തിരുന്നു. പക്ഷേ ഈ സൗജ് എത്രയേ നൽകേണ്ടതുള്ളൂ, പകുതിയെ നൽകാനുണ്ടായിരുന്നുള്ളൂ എന്നർത്ഥം. ഓക്കെ, അത്തരം കാര്യങ്ങളാണ് ഇനി പറയുന്നത്. വഅഫ്ത അബൂ സർഅത ഫീമൻ, ഒരു ഉപ്പയുടെ വിഷയത്തിൽ ഫത്വ നൽകി. ആ ഉപ്പ എന്ത് ചെയ്തു, സഅല സൗജ ബിൻതിഹി, തൻ്റെ മകളുടെ ഭർത്താവിനോട് ആവശ്യപ്പെട്ടു. ഖബലൽ വത്ഇ, അവർ വത്ഇൽ ഏർപ്പെടുന്നതിന് മുമ്പ് എന്തിനാവശ്യപ്പെട്ടത്, അൻ യുതല്ലിഖഹ അലാ ജമീഇ സ്വദാഖിഹ, അവൾക്ക് അവകാശപ്പെട്ട മുഴുവൻ സ്വദാഖിൻ്റെയും പകരമായിട്ട് അവളെ ത്വലാഖ് ചൊല്ലണമെന്ന് ആവശ്യപ്പെട്ടു. വൽതസമ ബിഹി വാലിദുഹ, അങ്ങനെ ആവശ്യപ്പെടുക മാത്രമല്ല അത് ഞാൻ ഏറ്റെടുത്തുവെന്നും ആ ഉപ്പ പറഞ്ഞുവെന്ന് സങ്കല്പിക്കുക. ഇത് കേട്ടപ്പോൾ ഫതല്ലഖഹ, ഭർത്താവ് ഭാര്യയെ ത്വലാഖ് ചൊല്ലി. വഹ്താല മിൻ നഫ്സിഹി അലാ നഫ്സിഹി ലഹ, വഹ്താല ആ ഉപ്പ ഹവാല നടത്തി, മിൻ നഫ്സിഹി തൻ്റെ നഫ്സിൽ നിന്നും, അലാ നഫ്സിഹി തൻ്റെ നഫ്സിൻ്റെ മേൽ തന്നെ, ലഹ ആ മകൾക്ക് വേണ്ടിയിട്ട്, വഹിയ മഹജൂറത്തുഹു ആ മകൾ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ തന്നെ മഹജൂറത്താണ് എന്ന് പറഞ്ഞാൽ ഇവൻ സംരക്ഷിക്കേണ്ട മഹജൂറത്തായിട്ടുള്ള സ്വന്തം സ്വത്തിൽ ക്രയവിക്രയം നടത്താൻ പാടില്ലാത്ത സ്ത്രീയാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഇവനാണ് അവളുടെ സ്വത്തൊക്കെ സ്വീകരിക്കേണ്ടത്, സൂക്ഷിക്കേണ്ടത് എന്നുള്ള രീതിയിൽ ഇവൻ അവൻ്റെ കയ്യിൽ നിന്ന് തന്നെ അവൻ്റെ കയ്യിലേക്ക് ആ വസ്തുവിനെ ഹവാല നടത്തി, ആ സ്വദാഖിനെ ഹവാല നടത്തി. ഓക്കെ, ഏതായാലും ഈ ഒരു വിഷയത്തിൽ അബൂ സർഅ തങ്ങൾ ഫത്വ നൽകിയത് എന്താണ്, ബി അന്നഹു ഖുൽഉൻ, ഇതൊരു ഖുൽആണ് നടന്നിട്ടുള്ളത്, അലാ നളീരി സ്വദാഖിഹ, അവൾക്ക് കിട്ടേണ്ടിയിരുന്ന സ്വദാഖിൻ്റെ നളീറിൻ്റെ മേൽ, ആ സ്വദാഖിനെ പോലോത്ത ഒരു കാര്യത്തിൻ്റെ മേൽ, ഫി ദിമ്മത്തിൽ അബി, ഉപ്പയുടെ ദിമ്മത്തിലായിട്ട്. അതായത് ഈ ഉപ്പ എന്ത് ചെയ്യണം, ആ മകൾക്ക് അവകാശപ്പെട്ടിരുന്ന ഒരു സ്വദാഖുണ്ടല്ലോ, ഭർത്താവ് നൽകേണ്ടിയിരുന്ന സ്വദാഖ്, അതുപോലത്തെ ഒരു സ്വദാഖ് ഈ ഉപ്പയുടെ ദിമ്മത്തിലായിട്ട് ഉള്ള നിലയിലാണ് ഇവിടെ ഖുൽഅ നടക്കുന്നത് എന്നാണ് അബൂ സർഅ തങ്ങൾ ഇവിടെ ഫത്വ നൽകുന്നത് എന്നർത്ഥം. ഓക്കെ, എന്നാൽ നഅം, പക്ഷേ ഷർത്തു സിഹത്തി ഹാദിഹിൽ ഹവാലത്തി, ഈ ഹവാല ശരിയാകാനുള്ള ഷർത്ത്, അതായത് ഈ ഉപ്പ ഭർത്താവിന് നൽകി ഭർത്താവ് ഭാര്യയ്ക്ക് നൽകേണ്ടിയിരുന്നത് ഉപ്പ തന്നെ നേരിട്ട് ഭാര്യയ്ക്ക് നൽകാൻ, ആ ഒരു ഹവാല ശരിയാകാനുള്ള നിബന്ധന അൻ യുഹീലഹു സൗജു, ആ ഉപ്പയെ ആ സൗജ് ഹവാലയാക്കണം, ബിഹി ആ നളീറു സ്വദാഖ് കൊണ്ട്, ലിബിൻതിഹി ആ ഉപ്പയുടെ മകൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ സൗജ് എന്ത് പറയണം, താങ്കൾ എനിക്ക് നൽകാനുള്ള ആ ഒരു മഹർ താങ്കൾ എൻ്റെ ഭാര്യയ്ക്ക് നൽകിയാൽ മതി എന്ന് സൗജ് പറയണം. കാരണം ഇത് ലാ ബുദ്ദ ഫിഹാ മിൻ ഈജാബിൻ വ ഖബൂലിൻ, ഹവാല ശരിയാകണമെങ്കിൽ അവിടെ ഈജാബും ഖബൂലും നിർബന്ധമാണ്. അപ്പോൾ ഇവൻ്റെ ഭാഗത്ത് നിന്നും അങ്ങനെ ലഫ്ലിനാലുള്ള ഒരു ഇഹാലത്തിൻ്റെ പദം ഉണ്ടായാൽ മാത്രമേ ഈ ഒരു ഹവാല ശരിയാവുകയുള്ളൂ എന്നർത്ഥം. എന്നാൽ വമഅദാലിക, ഇതോടുകൂടെ തന്നെ ലാ തസിഹു, ഈ ഹവാല ശരിയാവുകയില്ല, ഇല്ലാ ഫീ നിസ്ഫി ദാലിക, ആ നളീർ സ്വദാഖിൻ്റെ പകുതിയിൽ അല്ലാതെ,
കാരണം ലി സുഖൂത്തി നിസ്ഫി സ്വദാഖിഹ അലൈഹി, ആ ഭർത്താവിൻ്റെ മേൽ ഉത്തരവാദിത്തമായിരുന്ന അവൾക്ക് അവകാശപ്പെട്ട നിസ്ഫു സ്വദാഖ് വീണ് പോയിട്ടുണ്ട്. ബി ബൈനൂനതിഹ മിൻഹു, അവൾ അവനിൽ നിന്നും ബായിനാവുന്നതു കൊണ്ട്, അതായത് വത്ഇന് മുമ്പ് തന്നെ അവൾ ബായിനായതിനാൽ തന്നെ അവൾക്ക് പകുതി മാത്രമേ അവകാശമുള്ളൂ, ബാക്കി പകുതി വീണ് പോയിട്ടുണ്ട്. അപ്പോൾ എന്തു ചെയ്യണം? ഫയബഖാ ലിസ്സൗജി അലൽ അബി നിസ്ഫുഹു, അപ്പോൾ ഉപ്പയുടെ മേൽ ഉത്തരവാദിത്തമായിട്ട് സൗജിന് അവകാശപ്പെട്ടതായിട്ട് ശേഷിക്കുന്നു നിസ്ഫുഹു, ആ മഹറിൻ്റെ ബാക്കി പകുതി എന്നർത്ഥം. അതായത് ഈ ഉപ്പ ജമീഅ സ്വദാഖ കൊണ്ടായിരുന്നു ഇൽത്തിസാം നടത്തിയിരുന്നത്. അതിൽ പകുതി മാത്രമേ തൻ്റെ മകൾക്കായിട്ട് നൽകേണ്ടതുള്ളൂ, ബാക്കി പകുതി അയാൾ ആർക്ക് നൽകേണ്ടതാണ്? സൗജിന് നൽകേണ്ടതാണ്. അതാണ് അതിൻ്റെ കാരണമാണ് ഇനി പറയുന്നത്. ലി അന്നഹു, കാരണം ആ ഉപ്പ ലമ്മാ സഅലഹു ബി നളീരിൽ ജമീഇ ഫി ദിമ്മത്തിഹി, തൻ്റെ ദിമ്മത്തിലായിട്ട് മുഴുവൻ സ്വദാഖിൻ്റെയും നളീർ കൊണ്ടാണ് ത്വലാഖിന് ആവശ്യപ്പെട്ടത് എന്നതിനാൽ ഫസ്തഹഖഹു, ആ ഭർത്താവ് ആ ജമീഇനെയും അവകാശിയായിട്ടുണ്ട്. എന്നാൽ വൽ മുസ്തഹഖു അല സൗജി, സൗജിൻ്റെ മേൽ അവകാശപ്പെട്ടതായിട്ട് എന്ന് പറഞ്ഞാൽ സൗജിൻ്റെ മേൽ ഉത്തരവാദിത്തമായിട്ടുള്ളത് എന്ത് മാത്രമേ ഉള്ളൂ? അന്നിസ്ഫു ലാ ഗൈറു, പകുതി മാത്രമേ ഉള്ളൂ. കാരണം വത്ത് നടക്കുന്നതിന് മുമ്പാണ് ഇവിടെ ത്വലാഖ് സംഭവിക്കുന്നത് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യേണ്ടി വന്നു? ഈ ഉപ്പ ആ സൗജിന് പകുതി സ്വദാഖ് നൽകേണ്ടി വന്നു. എന്നാൽ അതുപോലുമില്ലാതെ ഈ ഉപ്പ പൂർണ്ണമായിട്ടും എന്താകുന്ന ഒഴിവായിട്ട് നിൽക്കുന്ന, ഒന്നും സൗജിന് നൽകേണ്ടാത്തതായ ഒരു രൂപമാണ് അടുത്തത് അബൂസർഅ തങ്ങൾ വിവരിക്കുന്നത്. ഫത്വരീഖുഹു, അപ്പോൾ ഈ ഉപ്പ സൗജിന് ഒന്നും നൽകേണ്ടാത്ത രീതിയിൽ തന്നെ ഖുൽഅ നടക്കാനുള്ള മാർഗം എന്താണ്? അൻ യസ്അലഹു, ആ ഉപ്പ സൗജിനോട് ആവശ്യപ്പെടലാണ്, അൽ ഖുൽഅ, ഖുൽഇന് ആവശ്യപ്പെടലാണ്, ബി നളീരിൻ നിസ്ഫിൽ ബാഖി ലി മഹ്ജൂറത്തിഹി, തൻ്റെ മഹ്ജൂറത്തായിട്ടുള്ള മകൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ആ ബാക്കിയുള്ള പകുതി പോലോത്തത് കൊണ്ട് ഖുൽഅ നടത്താൻ ആവശ്യപ്പെടുക. അതായത് നീ അവൾക്ക് നൽകേണ്ടതായ പകുതി സ്വദാഖേ നൽകുന്നുള്ളൂ, അതിന് പകരമായിട്ടാണ് നീ ഖുൽഅ നടത്തേണ്ടത്, ത്വലാഖ് നടത്തേണ്ടത് എന്ന് ഈ ഉപ്പ ആദ്യമേ ആവശ്യപ്പെടലാണ്. അപ്പോൾ ഈ അവസരത്തിൽ പിന്നീട് ഈ ഉപ്പ ഭർത്താവിന് ഒന്നും നൽകേണ്ടി വരൂല, ലി ബറാഅത്തിഹി ഹീനഇദിൻ, കാരണം അന്നേരം ആ ഉപ്പ ബരി ആയിത്തീരുന്നതാണ്. ബിൽ ഹവാലത്തി, ഹവാല നടത്തിക്കൊണ്ട്, അതായത് തൻ്റെ മകൾക്ക് നേരിട്ടു തന്നെ നൽകിക്കൊണ്ട്, അൻ ജമീഇ ദൈനി സൗജി, തൻ്റെ ആ മകളുടെ സൗജിന് നൽകേണ്ടിയിരുന്ന മുഴുവൻ ദൈനിനെ തൊട്ടും ഈ ഉപ്പ പൂർണ്ണമായിട്ടും ബരി ആയിത്തീർന്നു. കാരണം ആ ഹവാല നടക്കുന്നതോടുകൂടെ തൻ്റെ മകൾക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കുന്നതോടുകൂടെ പിന്നീട് സൗജിന് ഈ ഉപ്പ ഒന്നും നൽകേണ്ടതില്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ അബൂസർഅ തങ്ങളുടെ അഭിപ്രായ പ്രകാരം നമ്മൾ പറഞ്ഞു എന്ത്? ഈ ഉപ്പ നൽകേണ്ടത്, ഭർത്താവിന് നൽകേണ്ടത് ഒന്നുകിൽ സ്വദാഖാണ് അല്ലെങ്കിൽ നിസ്ഫു സ്വദാഖാണ് എന്ന്. എന്നാൽ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നുണ്ട്, ഒരു ഉപ്പ ആ ഒരു മഹറിൻ്റെ അല്ലെങ്കിൽ ആ സ്വദാഖിൻ്റെ ലൊമാൻ ഏറ്റെടുക്കുകയാണെങ്കിൽ, അതായത് ഞാൻ ആ സ്വദാഖിനെ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ പിന്നീട് ആ ഉപ്പ തൻ്റെ മകൾക്ക് നൽകേണ്ടത് മഹറുൽ മിസ്ലാണ് എന്ന് ഇനിയുള്ള ഇബാറത്തുകളിൽ മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, അത് വെച്ചിട്ട് അബൂസർഅ തങ്ങൾ പറഞ്ഞതിനോട് ഒന്ന് ഖിലാഫാവുകയാണ് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ. ഒന്ന് ശ്രദ്ധിക്കുക. ഖാല ശൈഖുന വസിയുഅലമു മിമ്മാ യഅതി, ഇനി വരാനുള്ള മസ്അലയിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്നുണ്ട് എന്ത്? അന്നൽ ലമാന, തീർച്ചയായിട്ടും ലൊമാന്, അതായത് ഈ ഉപ്പ എന്ത് ചെയ്യുകയാണ്? ആ സ്വദാഖിൻ്റെ ലൊമാൻ ഏറ്റെടുക്കുകയാണെങ്കിൽ യൽസമുഹു ബിഹി, ഈ ലൊമാന് കൊണ്ട് ആ ഉപ്പാക്ക് നിർബന്ധമാണ് മഹറുൽ മിസ്ൽ നൽകൽ നിർബന്ധമാണ് എന്ന് ഇനി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫൽ ഇൽത്തിസാമുൽ മസ്കൂറു, ഇപ്പോൾ അബൂസർഅ തങ്ങൾ പറഞ്ഞിട്ടുള്ള ആ ഇൽത്തിസാം ഉണ്ടല്ലോ, അതായത് ഈ ഉപ്പ ഏറ്റെടുത്തിട്ടുള്ള ആ ഇൽത്തിസാം മിസ്ലുഹു, ആ ലൊമാനിനെ പോലെ തന്നെയാണ്. അതായത് ഇനി വരാനുള്ളതിൽ പറയുന്നത് പോലെ അവിടെ മഹറുൽ മിസ്ലാണ് ആ ഉപ്പ മകൾക്ക് നൽകേണ്ടത്. വ ഇല്ലം തൂജതിൽ ഹവാലത്തു, ഹവാല ഇല്ലെങ്കിലും ശരി, ഓക്കെ, ഹവാല നടന്നിട്ടില്ലെങ്കിലും ശരി, ഇൽത്തിസാമുള്ളത് ഈ നേരത്തെ പറഞ്ഞ ഇൽത്തിസാമിൽ നിന്നും നിർബന്ധമാകേണ്ടത് എന്തു തന്നെയായിരുന്നു? മഹറുൽ മിസ്ൽ തന്നെയായിരുന്നു. അല്ലാതെ അബൂസർഅ തങ്ങൾ പറഞ്ഞതുപോലെ സദാഖോ നിസ്ഫുൽ മഹറോ ആവുകയില്ല എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. വലിവ്യഖ്തലഅൽ അബു ഔ ഗൈറുഹു ബി സദാഖിഹ, ഇനി ഉപ്പയോ അത് അല്ലാത്ത മറ്റൊരാളോ ആ
സ്ത്രീയുടെ സ്വദാഖ് കൊണ്ട് ഖുൽഅ നടത്തുകയാണ് എങ്കിൽ ഔ ഖാല അല്ലെങ്കിൽ ആ ഉപ്പയോ ഗൈറോ പറയാണ് ത്വല്ലിഖ്ഹ വ അൻത ബരീഉ മിൻഹു, ഓ ഭർത്താവെ നീ ഭാര്യയെ ത്വലാഖ് ചൊല്ലണം, നീ ആ സ്വദാഖിൽ നിന്നും ബരീ ആണ് എന്ന് പറഞ്ഞാൽ വഖഅ റജഇയ്യൻ, അങ്ങനെ ആ ഭർത്താവ് ത്വലാഖ് ചൊല്ലുകയും ചെയ്താൽ അത് റജഇയായ ത്വലാഖേ ആവുകയുള്ളൂ, അല്ലാതെ ഖുൽഅ ആവുകയില്ല. വലാ യബ്റഉ മിൻ ഷൈഇൻ മിൻഹു, ആ സ്വദാഖിൽ നിന്നുള്ള ഒന്നിൽ നിന്നും ആ ഭർത്താവ് മുക്തനാവുകയുമില്ല. കാരണം ആ സ്വദാഖിൽ നിന്നും ബരി ആക്കാനുള്ള അവകാശം ആ ഭാര്യയ്ക്കേ ഉള്ളൂ, അല്ലാതെ അവളുടെ ഉപ്പാക്കോ അല്ലെങ്കിൽ മറ്റൊരു അജ്നബിയിനോ ഇല്ല എന്നർത്ഥം. പക്ഷേ ഇൻ ലമിന ലഹുൽ അബു അവിൽ അജ്നബിയു അദ്ദർക്ക, ഇനി ആ ഭർത്താവിനോട് ഉപ്പയോ അല്ലെങ്കിൽ അജ്നബിയായിട്ടുള്ള മറ്റൊരു വ്യക്തിയോ, അതായത് ത്വല്ലിഖ്ഹ വ അൻത ബരീഉൻ എന്ന് പറയുന്ന ആൾ ഏറ്റെടുക്കുകയാണെങ്കിൽ, ദർക്കിനെ ഏറ്റെടുക്കുകയാണ് എങ്കിൽ, ഓക്കെ. ലമാനുദ്ദർക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ലമാനുദ്ദർക്കിനെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ത്വല്ലിഖ്ഹ വ അൻത ബരീഉ മിൻഹു എന്ന് പറയുന്നതോടുകൂടെ ആ ഉപ്പ പറയാണ് അല്ലെങ്കിൽ അജ്നബി പറയാണ്, അവൾ എന്തായാലും നിനക്ക് എന്ത് ചെയ്തു തരും, ബരി ആക്കി തരും, നീ ത്വലാഖ് ചൊല്ലുകയാണെങ്കിൽ. അഥവാ അവൾ ബരി ആക്കി തന്നിട്ടില്ല എങ്കിൽ അത് ഞങ്ങൾ ഏറ്റെടുത്തു, എന്ത് ചെയ്തോളാം, ഞങ്ങൾ ആ സ്വദാഖ് നൽകിക്കോളാം എന്നുള്ള രീതിയിൽ ഉപ്പയും അജ്നബിയും സംസാരിക്കുന്നതിനെ കുറിച്ചാണ് ലമാനുദ്ദർക്ക് എന്ന് പറയുന്നത്. ഏതായാലും അവർ അങ്ങനെ പറഞ്ഞാൽ ഔ ഖാല, അല്ലെങ്കിൽ ആ അബു അജ്നബിയെ പറയാണ് അലയ്യ ലമാനുദാലി, ഞാനതങ്ങ് ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞാൽ വഖഅ ബാഇനൻ, അതോടുകൂടെ ആ ത്വലാഖ് ബായിനായിട്ട് സംഭവിക്കുന്നതാണ്. ബിമഹ്റിൽ മിസ്ലി, മഹ്റുൽ മിസ്ലി കൊണ്ട് അലൽ അബി അവിൽ അജ്നബി, അത് ആരാണോ ത്വല്ലിഖ്ഹ എന്ന് പറഞ്ഞത് ആ ഉപ്പ അല്ലെങ്കിൽ അജ്നബിയിൻ്റെ മേൽ മഹ്ർ മിസ്ലി കൊണ്ട് ബായിനായിട്ട് ത്വലാഖ് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നീട് ഈ ഉപ്പ അല്ലെങ്കിൽ ആ അജ്നബി ആ ഭാര്യയ്ക്ക് എന്ത് നൽകേണ്ടതാണ്, മഹ്റുൽ മിസ്ലി നൽകേണ്ടതാണ് എന്നർത്ഥം. ഓക്കെ, ഈ വിഷയമാണ് നേരത്തെ ഷെയ്ഖുന ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പിടിച്ചിട്ട് അബൂ സർഅ പറഞ്ഞതിൽ ചെറിയ ഒരു തിരുത്ത് രേഖപ്പെടുത്തുന്നത്. ഓക്കെ, ഇനി അടുത്തത് ശ്രദ്ധിക്കുക. വലു ഖാലലി അജ്നബിയൻ, ഒരാൾ അതായത് സെയ്ദ് അജ്നബിയായിട്ടുള്ള അംറിനോട് പറയാണ് സൽ ഫുലാനൻ, നീ ഖാലിദിനോട് ആവശ്യപ്പെടണം അയ്യുത്തില്ലിഖ സൗജതഹു ബി അൽഫിൻ, 1000 രൂപയ്ക്ക് പകരമായിട്ട് ഖാലിദ് തൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലാൻ വേണ്ടിയിട്ട് നീ ആവശ്യപ്പെടണം എന്ന് പറയാണ്. അപ്പോൾ ഖാലിദിനോട് പറയുകയാണെന്ത്, ഖാലിദ് സെയ്ദിൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലണം 1000 രൂപയ്ക്ക് പകരമായിട്ട് എന്ന്. എന്നാൽ അങ്ങനെ അവൻ ത്വലാഖ് ചൊല്ലിയാലും ഈ 1000 രൂപ സെയ്ദ് നൽകണമെങ്കിൽ ഉഷ്തുരിത ഫീ ലുസൂമിൽ അൽഫി, സെയ്ദ് 1000 രൂപ നൽകണം എന്ന് നിർബന്ധമാകാൻ ഷർത്താണ് അൻ യഖൂല അലയ്യ, അവൻ ഈ സീഗയോടുകൂടെ അലയ്യ എന്നുകൂടെ പറയണം. എന്ന് പറഞ്ഞാൽ സൽഫുലാൻ അയ്യുത്തില്ലിഖ സൗജതഹു ബി അൽഫിൻ അലയ്യ, ഞാൻ 1000 രൂപ നൽകിക്കോളാം എന്നുള്ള വ്യവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ സെയ്ദ് പിന്നീട് 1000 രൂപ നൽകേണ്ടതുള്ളൂ എന്നർത്ഥം. ബി ഖിലാഫി, ഇനി നേരെ എതിരായിട്ട് ഇനി ആ ഭാര്യയാണ് പറയുന്നത് എങ്കിൽ അതിനെ കുറിച്ചാണ് അടുത്തത്. ബി ഖിലാഫി സൽ സൗജി, ഒരു ഭാര്യ പറയാണ് മറ്റൊരാളോട്, സെയ്ദിനോട് ഒരു ഭാര്യ പറയാണ്, അംറിൻ്റെ ഭാര്യ സെയ്ദിനോട് പറയാണ് സൽ സൗജി, എൻ്റെ സൗജായിട്ടുള്ള അംറിനോട് താങ്കൾ ആവശ്യപ്പെടണം അയ്യുത്തല്ലിഖനി അലാ കഥ, ഒരു 1000 രൂപയ്ക്ക് പകരമായിട്ട് എന്നെ ത്വലാഖ് ചൊല്ലിത്തരാൻ താങ്കൾ അംറിനോടൊന്ന് പറയണേ എന്ന് അംറിൻ്റെ ഭാര്യ സെയ്ദിനോട് പറയാണ്. അപ്പോൾ ഈ അവസരത്തിൽ അലിയ എന്ന് ആ ഭാര്യ പറഞ്ഞിട്ടില്ല എങ്കിലും അത് അവരുടെ മേൽ നിർബന്ധമാകുന്നതാണ്. ഓക്കെ, ഫ ഇന്നഹു തൗക്കീലുൻ, അതൊരു തൗക്കീലാണ്. വ ഇല്ലം തഖുൽ അലിയ, അവൾ അലിയ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ശരി. കാരണം എന്താണെന്ന് വെച്ചാൽ ഖുൽഉ കൊണ്ടുള്ള ഒരു നേട്ടമുണ്ടാകുന്നത് അവൾക്കാണല്ലോ. അപ്പോൾ അവൾ ഖുൽഇനായിട്ട് മറ്റൊരാളെ ആക്കുകയാണെങ്കിൽ അത് തൗക്കീലായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അലിയ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അവൾ അത് നൽകൽ നിർബന്ധമാണ് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് നോക്കുക. വലു ഖാല, ഇനി ഒരാൾ പറയാണ് മറ്റൊരാളോട് പറയാണെന്ത്, ത്വല്ലിഖ സൗജതക അലാ അൻ ഉതല്ലിഖ സൗജത്തി, ഞാൻ എൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലാം എന്നുള്ള വ്യവസ്ഥയിൽ നീ നിൻ്റെ സൗജത്തിനെ ത്വലാഖ് ചൊല്ലുവെന്ന് പറഞ്ഞു. ഫഫഅല, അങ്ങനെ ഇതനുസരിച്ച് 2 പേരും ത്വലാഖ് ചൊല്ലിയാൽ ബാനത്ത, ആ 2 ഭാര്യമാരും ബായിനായിത്തീരുന്നതാണ്. കാരണം ലി അന്നഹു ഖുൽഉൻ ഗൈറു ഫാസിദിൻ, കാരണം ഇവിടെ ഖുൽഉ ഫാസിദാവാത്ത ഖുൽആണ്. ലി അന്നൽ ഇവള ഫീഹി മഖ്സൂദുൻ, കാരണം ഇവിടെ പറഞ്ഞിട്ടുള്ള ഇവള്, അതായത് മറ്റൊരാൾ ത്വലാഖ് ചൊല്ലിയാൽ
നീ ത്വലാഖ് ഞാൻ ത്വലാഖ് ചൊല്ലാമെന്നുള്ള വ്യവസ്ഥയിൽ നീ ത്വലാഖ് ചൊല്ലുവെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഈ ത്വലാഖ് ചൊല്ലുക എന്നുള്ളതൊക്കെ മഖ്സൂദായിട്ടുള്ള സാധാരണ ആളുകൾക്കിടയിൽ കുറച്ച് വിലയുള്ള കാര്യമാണ് എന്നതിനാൽ തന്നെ ഇവള് മഖ്സൂദാണ്. അതുകൊണ്ട് തന്നെ ആ ഖുൽഅ അവിടെ ഫാസിദായി തീരുകയില്ല എന്നർത്ഥം. ഖിലാഫൻ ലിബഅദിഹിം, ചില പണ്ഡിതന്മാർക്കെതിരായിട്ട് അവർ പറയുന്നത് ഇവിടുത്തെ ഇവൾ എന്തല്ല, മഖ്സൂദല്ല, ഒരാളും ത്വലാഖ് ചൊല്ലുക എന്നുള്ളതിന് ഇവളാക്കുകയില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരുമുണ്ട്. ഓക്കെ, ഏതായാലും ഇവിടുത്തെ ഇവള് മഖ്സൂദായതിനാൽ തന്നെ ഖുൽഅ നടക്കുന്നതാണ്. പക്ഷേ എങ്കിലും ഇവിടുത്തെ ഇവള് എന്തല്ല, ഇവള് സ്വഹീഹല്ല, ഫാസിദാണ്. ഇവള് ഫാസിദാണ് എന്നർത്ഥം. ഓക്കെ, നേരത്തെ പറഞ്ഞത് ഖുൽഅ ഫാസിദല്ല, കാരണം ഇവള് മഖ്സൂദാണ് എന്ന്. ഇവള് മഖ്സൂദാണെങ്കിലും അത് ഫാസിദാകാവുന്നതാണ്. കാരണം ത്വലാഖിനെ ഇസ്ലാമിക ദൃഷ്ട്യാ എന്തായിട്ട് പരിഗണിക്കുന്നതല്ല, ഒരു ഇവളായിട്ട് പരിഗണിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ മഹ്ർ മിസ്ലാണ് നൽകേണ്ടത്. അങ്ങനെയാണ് അവിടെ ഖുൽഅ സംഭവിക്കുന്നത് എന്നർത്ഥം. ഫലികുല്ലിൻ അലൽ ആഖിരി, അപ്പോൾ ഈ രണ്ട് പേർക്കും നിർബന്ധമാണ് അലൽ ആഖിരി, മറ്റേയാളുടെ മേൽ മഹ്ർ മിസ്ലു സൗജത്തിഹി, അവൻ്റെ സൗജത്തിൻ്റെ മഹ്ർ മിസ്ല് നൽകൽ നിർബന്ധമാണ്. നമ്മൾ പറഞ്ഞിരുന്നു ഇവള് ഫാസിദാവുകയാണെങ്കിൽ മഹ്ർ മിസ്ല് കൊണ്ടാണ് ഖുൽഅ നടക്കുക, ആ സ്ത്രീ ബായിനായി തീരുക എന്ന്. ഓക്കെ, ഇനി അവസാനമായിട്ട് പറയുന്നത് ഒരു തംബീഹാണ്. തംബീഹിലേക്ക് കടക്കുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഒരു ഭർത്താവിന് തൻ്റെ ഭാര്യയെ 3 പ്രാവശ്യം ത്വലാഖ് ചൊല്ലാനാണ് അവകാശമുള്ളത്, അല്ലേ? അപ്പോൾ 3 പ്രാവശ്യം ത്വലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീയാണ് എങ്കിൽ പിന്നീട് അവളെ വിവാഹം കഴിക്കുവാൻ ഒരു മുഹല്ലിൽ ആവശ്യമാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. ഓക്കെ, ഇനി 1-2 പ്രാവശ്യമാണ് ത്വലാഖ് ചൊല്ലുന്നത് എങ്കിൽ അവൾ റജഅയ്യത്തായിട്ടുള്ള മുത്തല്ലഖത്താണ്. അതായത് അവളുടെ ഇദ്ദ കാലാവധിയിൽ അവളെ തിരിച്ചെടുത്താൽ ഭാര്യയായിട്ട് തന്നെ വെക്കാവുന്നതാണ് എന്നർത്ഥം. ഇനി ഒരു ത്വലാഖ് ചൊല്ലി എന്ന് സങ്കല്പിക്കുക. അങ്ങനെ അവളുടെ ഇദ്ദയുടെ കാലാവധിയും കഴിഞ്ഞു, ഇവൻ തിരിച്ചെടുത്തില്ല. അതോടുകൂടെ അവൾ ബായിനായി തീർന്നുവല്ലോ. പിന്നീട് വേണമെങ്കിൽ ഇവൻ എന്ത് ചെയ്യാവുന്നതാണ്? മറ്റൊരു അഖദിലൂടെ അവളെ വിവാഹം കഴിക്കാവുന്നതാണ്, ഒരു മുഹല്ലിലുമില്ലാതെ തന്നെ. കാരണം 3 ത്വലാഖുമായാലേ മുഹല്ലിലിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഒരു ത്വലാഖ് ചൊല്ലി ഇദ്ദയുടെ കാലാവധി കഴിഞ്ഞു, അതിനുശേഷം രണ്ടാമതൊരു അഖദിലൂടെ അവളെ തിരിച്ചെടുക്കുകയാണെങ്കിൽ പിന്നീട് അവിടെ 2 ത്വലാഖ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. കാരണം കഴിഞ്ഞ നിക്കാഹിൽ എന്ത് നടന്നിട്ടുണ്ട്? ഇവർ തമ്മിൽ ഒരു ത്വലാഖ് നടന്നിട്ടുണ്ട്. പിന്നീട് അവിടെ 2 ത്വലാഖ് അവന് ശേഷിക്കുന്നുള്ളൂ. അതായത് പിന്നീട് ഇവൻ 2 പ്രാവശ്യം ത്വലാഖ് ചൊല്ലുന്നതോടുകൂടെ അവൾ 3 ത്വലാഖ് ചൊല്ലപ്പെട്ട ബായിനായി തീർന്നുവെന്നർത്ഥം. ഓക്കെ, അത് 3 ത്വലാഖ് ചൊല്ലപ്പെട്ടവളെന്ന് പറഞ്ഞാൽ പിന്നീട് അവളെ തിരിച്ചെടുക്കണമെങ്കിൽ മറ്റൊരു മുഹല്ലിലിൻ്റെ ആവശ്യമാണ്. ഓക്കെ, ഇനി ഖുൽഅനെ കുറിച്ച് പറയാം. ഒരാൾ ഖുൽഅൻ്റെ ലഫ്ള് കൊണ്ട് എന്ത് നടത്തി? ത്വലാഖ് നടത്തി. അതായത് ഒരു ഇവളിന് പകരമായിട്ട് ത്വല്ലഖ്തുകി എന്ന് പറഞ്ഞ് ത്വലാഖിൻ്റെ സിയാ കൊണ്ട് തന്നെ ത്വലാഖ് നടത്തി, ഖുൽഅ നടത്തി. എന്നാൽ അതും നമ്മൾ പരിഗണിക്കുന്നത് ഒറ്റ ത്വലാഖായിട്ടാണ്. ഒറ്റ ത്വലാഖായിട്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഖുൽഅ എന്ന് പറഞ്ഞാൽ ബായിനായിത്തീരുന്ന ഫുർഖത്താണ്. ഖുൽഅ നടക്കുന്നതോടുകൂടെ സ്ത്രീ ബായിനായിത്തീരുന്നതാണ്. പക്ഷേ അവിടെ എണ്ണം ഒരൊറ്റ ത്വലാഖേ ആകുന്നുള്ളൂ. ഓക്കെ, ഇനി അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നീട് അവളെ വേണമെങ്കിൽ രണ്ടാമതൊരു അഖദിലൂടെ വിവാഹം കഴിക്കാവുന്നതാണ്. രണ്ടാമതൊരു അഖദിലൂടെ വിവാഹം കഴിച്ചാൽ 1 ത്വലാഖ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് 3 നിന്നും 2 മാത്രമേ ഇനി ശേഷിക്കുന്നുള്ളൂ എന്നർത്ഥം. ഓക്കെ, മനസ്സിലായി എന്ന് കരുതുന്നു. ഏതായാലും കിതാബിലേക്ക് നോക്കാം. തംബീഹുൻ ഫി ബയാനി അന്നൽ ഫുർഖത്ത് ബി ലഫ്ദുൽ ഖുൽഅ, ഖുൽഅ എന്നുള്ള ലഫ്ദ് കൊണ്ടുണ്ടാകുന്ന ഭാര്യാഭർത്തൃ ബന്ധ വിച്ഛേദനം ത്വലാഖുൻ യുൻഖിസുൽ അദദ, അത് അദദിനെ ചുരുക്കുന്ന ത്വലാഖാണ്. അദദിനെ ചുരുക്കുന്ന ത്വലാഖ് എന്ന് പറഞ്ഞാൽ ഖുൽഅ കൊണ്ട് നടക്കുന്ന ഫുർഖത്ത് ഒരു ത്വലാഖായിട്ട് നമ്മൾ പരിഗണിക്കും. 1 ത്വലാഖാണ് ഈ ഭർത്താവ് ചൊല്ലിയത് എങ്കിൽ കേട്ടോ, 2 ത്വലാഖ് ചൊല്ലിയതെങ്കിൽ 2 ത്വലാഖും സംഭവിക്കുന്നതാണ്. അപ്പോൾ അദദിനെ ചുരുക്കുമെന്ന് പറയുന്നത് പിന്നീട് അവളെ മറ്റൊരു അഖദിലൂടെ വിവാഹം കഴിക്കുകയാണെങ്കിൽ പിന്നീട് ഇവന് 2 ത്വലാഖിന് മാത്രമേ അവകാശമുണ്ടാവുകയുള്ളൂ. 3 എന്നുള്ള സംഖ്യയെ ആ ഒരു ഖുൽഅ കൊണ്ട് നമ്മൾ കുറക്കാൻ കഴിയുമെന്നർത്ഥം. ഓക്കെ, അതാണ് ആദ്യമായിട്ട് കിതാബിലേക്ക് നോക്കുക. അൽ ഫുർഖത്തു ബി ലഫ്ദിൽ ഖുൽഅ, ഖുൽഅൻ്റെ ലഫ്ദ് ഉപയോഗിച്ചിട്ടുള്ള ഫുർഖത്ത് ത്വലാഖുൻ, അതൊരു ത്വലാഖാണ്. യൻഖുസുൽ അദദ, അത് അദദിനെ ചുരുക്കുന്നതാണ്. ഓക്കെ,
എന്നാൽ ഇവിടെ ഒരു ലൈഫായിട്ടുള്ള കൗലുണ്ട്. വഫിയ കൗലിൻ നസ്സ അലിഹി ഫിൽ ഖദീമി വൽ ജദീദി. ഷാഫി ഇമാമിൻ്റെ ഖദീമായിട്ടുള്ളതും ജദീദായിട്ടുമുള്ള അഭിപ്രായത്തിൽ അവിടുന്ന് നസ്സാക്കി പറഞ്ഞ ഒരു ലൈഫായിട്ടുള്ള കൗലിലുണ്ട്. എന്ത്? അൽ ഫുർഖത്ത് ബി ലഫ്ദിൽ ഖുൽഇ. ഖുൽഇൻ്റെ ലഫ്ദ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഫുർഖത്ത് ഇദാലം യഖ്സദ് ബിഹി ത്വലാഖൻ. ആ ഒരു ഖുൽഉ കൊണ്ട് ഇവൻ ത്വലാഖിനെ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ, അതായത് ഇവൻ ഖാലഅതുക എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ത്വലാഖ് എന്നുള്ള പദം ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ, അങ്ങനെ ഖാലഅതുക എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഇവൻ ത്വലാഖ് എന്നുള്ള ഒരു നിയ്യത്തും ഇവന് ഉണ്ടായിട്ടില്ല എങ്കിൽ ഫസ്ഖുൻ, അതിനെ നമ്മൾ ഫസ്ഖായിട്ടാണ് പരിഗണിക്കുന്നത്. ലാ യൻഖുസു അദദൻ. ഇങ്ങനെ നടക്കുന്ന ഖുൽഉകൾ ഒരിക്കലും അദദിനെ ചുരുക്കുകയില്ല എന്ന് പറഞ്ഞാൽ പിന്നീട് അവളെ തിരിച്ചെടുത്താലും അവളെ പിന്നീട് നിക്കാഹ് നടത്തിയാലും 3 ത്വലാഖ് ഇവന് ചൊല്ലാനുള്ള അവകാശമുണ്ടായിരിക്കുന്നതാണ് എന്നർത്ഥം. അപ്പോൾ ഇതനുസരിച്ച് ഒന്ന് നോക്കുക. ഫയജൂസ്, അപ്പോൾ ജായിസാണ്. തജ്ദീദുൻ നിക്കാഹി, നിക്കാഹിനെ പുതുക്കൽ ജായിസാണ്. ബഅദ തകർറുരിഹി, ഇങ്ങനെയുള്ള ഖുൽഉ ആവർത്തിച്ചു വന്നതിന് ശേഷം മിൻ ഗൈരി ഹസ്രിൻ, ഒരു കയ്യും കണക്കുമില്ലാതെ. അതായത് ഈ ഭർത്താവ് എന്ത് ചെയ്തു? ആദ്യം ഒരു ഖുൽഉ നടത്തി, അവൾ ബായിനായി തീർന്നു. ഓക്കെ, ഖുൽഉ നടത്തിയത് എങ്ങനെയാണ്? ത്വലാഖിനെ ഉദ്ദേശിക്കാതെയാണ് എന്നുകൂടി നമ്മൾ വെക്കണം. അപ്പോൾ അതോടുകൂടെ എന്ത് ചെയ്യുകയില്ല? അദദ് ചുരുങ്ങുകയില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ. പിന്നെയും എന്ത് ചെയ്തു? മറ്റൊരാക്കത്തിലൂടെ അവളെ ഭാര്യയാക്കി, പിന്നെയും ഖുൽഉ നടത്തി, പിന്നെയും ഭാര്യയാക്കി, പിന്നെയും ഖുൽഉ നടത്തി. അങ്ങനെ എത്ര പ്രാവശ്യം വേണമെങ്കിലും നടത്താവുന്നതാണ്. കാരണം ഇങ്ങനെയുള്ള ഖുൽഉ കൊണ്ട് ത്വലാഖിൻ്റെ എണ്ണം കുറയുകയില്ല എന്നർത്ഥം. വഖ്താറഹു കസീറൂന മിൻ അസ്ഹാബിന, ഇതൊരു ലൈഫായിട്ടുള്ള ഖൗലാണ് എന്ന് പറഞ്ഞാലും നമ്മുടെ പണ്ഡിതന്മാരിൽ നിന്ന് തന്നെ ധാരാളം ആളുകൾ ഈ അഭിപ്രായത്തെ മുഖ്താറാക്കുന്നുണ്ട് എന്നർത്ഥം. ഇതാണ് പ്രബലം എന്ന് പറഞ്ഞിട്ടുണ്ട്. മിൻ അസ്ഹാബിനൽ മുതഖദ്ദിമീന വൽ മുതഅഖിരീന, ഹിജറ 400 മുമ്പുള്ളവരും ശേഷമുള്ളവരിലുമുള്ള ധാരാളം ആളുകൾ ഈ ഒരു അഭിപ്രായത്തെ മുഖ്താറാക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ബൽ തകററ മിനൽ ബുൽഖീനി അൽ ഇഫ്താഉ ബിഹി, ഈ ഒരു അഭിപ്രായം കൊണ്ട് ഫത്വ നൽകിക്കൊണ്ട് ധാരാളം തവണ ബുൽഖീനി ഇമാമും ആവർത്തിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു കാര്യം തന്നെ ബുൽഖീനി ഇമാം ധാരാളം തവണ ഫത്വയായിട്ട് നൽകിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് അമ്മൽ ഫുർഖത്തു ബി ലഫ്ളി ത്വലാഖ് ബി ഇവളിൻ, ഒരു ഇവളിന് പകരമായിട്ട് ത്വലാഖ് എന്നുള്ള പദം ഉപയോഗിച്ചിട്ടാണ് ഫുർഖത്ത് നടന്നിട്ടുള്ളത് എങ്കിലോ ഫത്വലാഖുൻ യൻഖുസുൽ അദദ ഖത്അൻ, അത് ത്വലാഖ് തന്നെയാണ്, അത് അദദിനെ ചുരുക്കുന്നതുമാണ് എന്തായാലും. കാരണം ഇവിടെ ത്വലാഖ് എന്നുള്ള പദം തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ നടന്നത് ഖുൽഉ ആണ് എങ്കിലും. ഓക്കെ, കമാലു ഖസദ ബി ലഫ്ദിൽ ഖുൽഉ ത്വലാഖ, ഏതുപോലെ നമ്മൾ നേരത്തെ ഒരു ഖൗലിലായിട്ട് പറഞ്ഞിരുന്നു, ഒരാൾ ഖുൽഉ നടത്തി അങ്ങനെ ത്വലാഖിൻ്റെ ഉദ്ദേശമില്ല എങ്കിൽ അത് എന്തായിട്ടാണ് സംഭവിക്കുക എന്ന്? ഫസ്ഖായിട്ടാണ് സംഭവിക്കുക. അദദിനെ ചുരുക്കാത്ത ഫസ്ഖായിട്ടാണെന്ന് പറഞ്ഞിരുന്നല്ലോ. എന്നാൽ ഒരാൾ കമാലും ഖസദ ബി ലഫ്ദിൽ ഖുൽഉ, അവിടെ ഖുൽഇൻ്റെ ലഫ്ദോട് കൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ത്വലാഖിനെയാണ് എങ്കിൽ, ത്വലാഖിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവൻ ഖാലഅതുക എന്ന് പറഞ്ഞാൽ അവിടെയും അത് എന്ത് ചെയ്യുന്നതാണ്? അദദിനെ ചുരുക്കുന്നതാണ് എന്നർത്ഥം. പക്ഷേ എന്നിരുന്നാലും ലാക്കിൻ നഖലൽ ഇമാം അനിൽ മുഹഖഖീന, മുഹഖഖീങ്ങളായ പണ്ഡിതന്മാരെ തൊട്ട് ഇമാമുൽ ഹറമൈനി തങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നഖൽ ചെയ്യുന്നുണ്ട്, ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ് ഉദ്ധരിക്കുന്നത് എന്ന് വെച്ചാൽ അൽ ഖത്അ ബി അന്നഹു ലാ യസീറു ത്വലാഖൻ ബിന്നിയ്യത്തി, അൽ ഖത്അ ഉറപ്പിക്കുന്നതിനെ, ബി അന്നഹു ഈ ഖുൽഉ ആണ്, ലാ യസീറു ത്വലാഖൻ അത് ത്വലാഖായി തീരുകയില്ല, ബിന്നിയ്യത്തി അത് ത്വലാഖ് എന്ന് നിയ്യത്ത് വെച്ചത് കൊണ്ട് അത് ത്വലാഖായി തീരുകയില്ല. എന്താണ് അവൻ പറഞ്ഞത് എന്നതാണ് അവിടെ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഖുൽഉ ആണ് പറഞ്ഞത് എന്ന് വെച്ചാൽ അവിടെ പിന്നെ ത്വലാഖിനെ കരുതിയിട്ട് കാര്യമില്ല, അത് ഖുൽആയിട്ടേ പരിഗണിക്കുകയുള്ളൂ എന്നാണ് ഇമാമുൽ ഹറമൈനി തങ്ങൾ ഈ ഒരു വിഷയത്തിൽ മുഹഖഖീങ്ങളായ പണ്ഡിതന്മാരെ തൊട്ട് ഉദ്ധരിക്കുന്നത് എന്നർത്ഥം. ഓക്കെ.